നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജുജുത്സു കൈസൻ ഷിൻജുക്കു ഷോഡോൺ ആർക്കിൻ്റെ അടുത്തൊരു എപ്പിസോഡ് ആയിട്ടാണ്. മുന്നത്തെ വീഡിയോയും കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻ്റെ സീനിൽ തന്നെ യൂട്ട സുക്കിൻ്റെ ടെക്നിക്ക് അവൻ്റെ ബോഡി തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുക്കിന ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട്, ഇവൻ എങ്ങനെ എൻ്റെ ടെക്നിക്ക് കോപ്പി ചെയ്തു. അപ്പോൾ തന്നെ നമ്മുടെ യൂട്ട പറയുന്നുണ്ട്, എടാ സുക്കിന, നീ അറിയാതെ നിൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയ ആ ഫൈനൽ ഫിംഗർ ഇല്ലേ, നമ്മുടെ സുക്കിന് ഇത്രയും കാലം തപ്പിത്തരുന്ന ആ ഫൈനൽ ഫിംഗർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂട്ട വീണ്ടും നമ്മുടെ സുക്കിനെ എടുത്ത് അടിക്കുന്നുണ്ട്. സുക്കിനയ്ക്ക് മാക്സിമം അടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ എന്താ ചെയ്യേണ്ടത്, ഇനി എങ്ങോട്ടാ മൂവ് ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല. യൂട്ട യൂസ് ചെയ്യുന്ന ചെറിയ പവർ പോലും വലിയ ഔട്ട്പുട്ടിലാണ് സുക്കിനയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുക്കിനെ ബോഡിക്ക് ഡാമേജ് ആയി പോകുന്നുണ്ട്. അതേപോലെ തന്നെ 3 vs 1 ഫൈറ്റ് വീണ്ടും സ്റ്റാർട്ട് ആവുന്നുണ്ട്. യൂജി വീണ്ടും അവൻ്റെ പഞ്ച് യൂസ് ചെയ്തിട്ട് സോൾ ബ്രേക്കിംഗ് പഞ്ച് യൂസ് ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ടൈമിൽ തന്നെ യൂട്ടയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുക്കിനയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ടൈമിൽ തന്നെയാണ് നമ്മുടെ യൂജി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സുക്കിനെ മുഖത്തിട്ട് ഒരു പഞ്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു പഞ്ചിൽ അവൻ്റെ മുഖം നശിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സുക്കിനെ ഒരു സ്ലാഷ് യൂസ് ചെയ്ത് യൂട്ടേനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ യൂട്ടയ്ക്ക് ഒന്നും പറ്റുന്നില്ല. കാരണം നമ്മുടെ സുക്കിനെ ഈ ഒരു പവറിൻ്റെ ഔട്ട്പുട്ടൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. അവൻ്റെ പവറൊക്കെ വീക്കറായിട്ട് വരികയാണ്. അപ്പോൾ തന്നെയാണ് നമ്മൾ സുക്കിനെ ആലോചിക്കുന്നത്. അതായത് നമ്മുടെ യൂജിൻ്റെ ബ്ലഡ് സുക്കിനെ മുഖത്തായ സമയത്ത് നമ്മുടെ സുക്കിനയ്ക്ക് പൊള്ളുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ്. നമ്മുടെ യൂജി ചോസോനോട് പറയുന്നുണ്ട്, ഇത് യൂക്കിയുടെ ഡയറിയാണ്. ഈ ഡയറിയിൽ അവൾ പറഞ്ഞിട്ടുണ്ട്, അതായത് 2 ഡിഫറൻറ്റ് പവറുള്ള ഒരു സോൾ തമ്മിൽ കൂട്ടിച്ചേർത്താലും ആ ഒരു സോളിന് ആ 2 ഡിഫറൻറ്റ് പവർ ഉണ്ടാകും. പക്ഷേ അതിന് എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചോസ ചോദിക്കുന്നുണ്ട്, അപ്പം നിൻ്റെ സോളോ എന്ന്. അപ്പം തന്നെ യൂജി പറയുന്നുണ്ട്, എൻ്റെ സോള് സുക്കിനയുടെ സോളുമായിട്ട് ഒരിക്കലും മെർജായിട്ടില്ല. അവൻ്റെ ഒരു ഡീപ്പ് ലെവലിലായിരിക്കും എൻ്റെ സോൾ ഉണ്ടാകുന്നത്. അതായത് അവൻ എപ്പോൾ വേണമെങ്കിലും എന്നെ കൺട്രോൾ എടുക്കാം. അതേപോലെ തന്നെ എനിക്കും അവനെ കൺട്രോൾ എടുത്തിട്ട് എനിക്ക് പുറത്തു വരാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ യൂക്കി അവളുടെ ഡയറിയിൽ ചെയ്തിട്ടുള്ള വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു സോളിനെ എത്ര ഡീപ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ആ ഒരു സോളിന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. ആ സോൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല. അപ്പോൾ തന്നെ ചോസ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് മിഗുമിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ തന്നെ യൂജി പറയുന്നുണ്ട്, പറ്റും. പക്ഷേ അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് മഹീറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടായിരുന്നു. അവൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് സോൾ ക്രിയേഷൻ ആയിരുന്നു. അതായത് അവന് വേറൊരു സോളിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പുതിയൊരു സ്പിരിറ്റിനെ ഉണ്ടാക്കാൻ പറ്റും. അവനിപ്പോൾ ജീവനോടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മിഗുമിനെ ഈസിയായിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹാനേൻ്റെ ഉള്ളിലുള്ള ഏഞ്ചൽ പറയുന്നുണ്ട്, ഓക്കെ നിൻ്റെ പ്ലാനൊക്കെ ഓക്കെ. അതായത് നമ്മുടെ യൂക്കിൻ്റെ ആ ഡയറിനെ അത്രയ്ക്കും വിശ്വാസം വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഹാന പറയുന്നുണ്ട്, ഹാനയിൽ ഏഞ്ചൽ പറയുന്നുണ്ട്, ഓക്കെ നിൻ്റെ പ്ലാനൊക്കെ ഓക്കെ. എൻ്റെ പവർ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പവറിനെ എനിക്ക് അലിയിച്ച് കളയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാനിതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിഗുമിൻ്റെ സോളിനെ എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സുക്കിനെ അപ്പം തന്നെ നശിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ സുക്കിനെ പവറിനെ ഒന്നാക്കി തന്നെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ സുക്കിനെ ബോഡിയിലുള്ള മിഗുമിനെ എത്രയും പെട്ടെന്ന് വേക്കപ്പ് ചെയ്യിക്കുക. എന്നിട്ട് അവനെ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ സുക്കിനെ കൺട്രോൾ എടുക്കാൻ പറ്റുള്ളൂ. അവൻ്റെ സോൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല എന്ന് ഹാനയും പറയുന്നുണ്ട്. ഹാനയല്ല, അവളുടെ ഉള്ളിലുള്ള ഏഞ്ചൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കൊടുത്തെങ്കിൽ ഞാൻ രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത്, ഇവരുടെ സംഭാഷണത്തിന് ശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് വീണ്ടും ബാറ്റിൽ ഫീൽഡാണ്. നമ്മുടെ ബാറ്റിൽ ഫീൽഡിലാണ് നല്ല അടി പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെയാണ് നമ്മുടെ ഈ ഒരു 3 പേരും കൂടെ, ഈ റീക്ക, യൂജി, അതേപോലെ തന്നെ യൂട്ട, ഇവർ 3 ആളും കൂടെ ചേർന്നിട്ട് നമ്മുടെ സുക്രനെ പിടിച്ചു വെക്കുന്നുണ്ട്. ഈ ടൈമിൽ യൂട്ട നേരെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹാനയുടെ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ തന്നെയാണ് നമ്മുടെ യൂജി അവൻ്റെ സോൾ ബ്രേക്കിംഗ് പഞ്ച് യൂസ് ചെയ്തിട്ട് നമ്മുടെ മിഗുമിനെ വിളിക്കുന്നത്. അതായത് അവൻ്റെ ഫിസ്റ്റിലേക്ക് അവൻ്റെ എല്ലാ പവറും കൊണ്ടുവന്നിട്ട് നമ്മുടെ സുക്രനോട് പഞ്ച് ചെയ്തിട്ട് മിഗുമിനെ വേക്കപ്പ് മിഗുമി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യൂജി ഡയറക്റ്റ് തന്നെ മിഗുമിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. മിഗുമിയോട് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് വേക്കപ്പ് ആവണമെന്ന് പറയുന്നുണ്ട്. ഇത് കിട്ടുന്ന മിഗുമി പറയുന്നുണ്ട്, ഇല്ല എനിക്കിനി ഒന്നുമില്ല, എനിക്കിനി ജീവിക്കേണ്ട ആവശ്യമേ ഇല്ല, ഞാൻ എല്ലാവരെയും കൊന്നു കളഞ്ഞു. അങ്ങനെ നമ്മുടെ മിഗുമിൻ്റെ സോൾ അത്രയും ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂജിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം തന്നെ സുക്കിനെ വേക്കപ്പ് ആവുന്നുണ്ട്. നമ്മുടെ യൂജിനെയും യൂട്ടേനെയും ഫ്രീക്കിനെ എടുത്ത് പഞ്ഞിക്കിടുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ യൂട്ടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. യൂട്ട അവൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എടുത്താണ് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ തന്നെയൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സുക്കിനെ പുറകെ കൂടെ വന്നിട്ട് ആരോ കുത്തുന്നത് നോക്കുമ്പോൾ സുക്കിനെ അത് ആരാണ്, എന്നെ കുത്തിയത് ആരാണ് തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുന്ന സമയത്തുണ്ടാവും നമ്മുടെ മാക്കി സെനിൻ വന്നിട്ട് നമ്മൾ സുക്കിനെ കുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നല്ല ട്വിസ്റ്റ്, നമ്മുടെ മാക്കി സെനിൻ യൂട്ട ക്രിയേറ്റ് ചെയ്ത ബാരിയറിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറി. ഈ ഒരു സുക്കിന യൂട്ട യൂജി ഫൈറ്റ് നടക്കുന്നത് ഈ ഒരു യൂട്ട ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഡൊമൈൻ എക്സ്പെൻഷൻ അല്ലെങ്കിൽ ആ ബാരിയറിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ പുസകാബെ, നമ്മുടെ നനാമിൻ്റെ അസിസ്റ്റൻറ്റും. ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഈ ഒരു മാക്കിയുണ്ട്. ഇവരുടെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ മാക്കിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ബാരിയറിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. പക്ഷേ ഈ ഒരു ബാരിയറിന് എങ്ങനെയെങ്കിലും ഒരു വിള്ളൽ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ യൂട്ടയ്ക്കല്ല
നമ്മുടെ മാക്കിക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ബാരിയറിനകത്തേക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവർ ആ വിള്ളലിന് വേണ്ടി കാത്തുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മാക്കിക്കാണെങ്കിൽ തീരെ ക്ഷമയല്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ട് അവളുടെ സോഡും ബ്രെഡേക്ക് ഇട്ട് നേരെ ആ ബാരിൻ്റെ അകത്തേക്ക് ചാടിക്കിടക്കാൻ നോക്കുന്നുണ്ട്. പുസ്തകവി പറയുന്നുണ്ട് നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. അപ്പം തന്നെ അവൾ പറയുന്നുണ്ട് ഇല്ല എനിക്ക് അവരെ എല്ലാവരെയും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ആ ടോജീൻ്റെ ആ പവർ യൂസ് ചെയ്തിട്ട് നേരെ ആ ബാരിൻ്റെ അകത്തേക്ക് ചാടി കയറുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ ആ ബാരിൻ്റെ അകത്ത് കയറിയിട്ട് നേരെ വന്നിട്ട് സുക്കനയ്ക്ക് വയറ്റിനത് ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ റീക്ക യൂട്ടേനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് മാറുന്നത്. അതായത് യൂട്ടയ്ക്ക് ചെറിയൊരു പരിക്കേറ്റിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ മെയ്മേൻ്റെ ബ്രദറായിട്ടുള്ള യുയെ അവിടെ ടെലിപ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ട് റീക്കേനെ യൂട്ടേനെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മാക്കി ഇപ്പോൾ സുക്കനേനെ കുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ മാക്കിൻ്റെ ഈ ഒരു സോഡിനൊരു പ്രത്യേകത ഉണ്ട്. സോൾ ബ്രേക്കിംഗ് സോഡാണ്. ഈ സോഡിന് എല്ലാവരെയും കൊല്ലാൻ പറ്റും, അത്രയ്ക്കും പവർഫുള്ളാണ്. ആ സോഡ് വെച്ച് സുക്കനേനെ കുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സുക്കനയ്ക്ക് റിവേഴ്സ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുമ്പോൾ പറ്റുന്നില്ല. കാരണം അവൻ്റെ കണ്ടീഷൻ അത്രയ്ക്ക് മോശമാണ്. അതുകൊണ്ട് തന്നെ ഹീലാക്കാനും പാടാണ്. അതുകൊണ്ട് തന്നെ സുക്കനാകെ ഡാമേജ് ആയി കിടക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ യൂജി പുറത്തേക്ക് വീഴുന്നത്. യൂജിക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബ്ലഡ് ലോസ് ആകുന്നുണ്ട്. അതുകൊണ്ട് അവൻ ഛർദ്ദിക്കുന്നുണ്ട്. പിന്നെ മിഗൂമി തിരിച്ചു വരില്ല എന്ന കാര്യം കൂടെ കേട്ടാൽ അവന് നല്ല രീതിയിൽ തന്നെ ടെൻഷനും ഉണ്ട്. ഈ ടൈമിൽ തന്നെയാണ് ചോസോ അങ്ങോട്ട് വരുന്നത്. ചോസോ യൂജിനോട് പറയുന്നുണ്ട് നീ നന്നായി ബ്രീത്ത് എടുക്ക്. നീ നന്നായി ബ്രീത്ത് എടുത്ത് നിൻ്റെ ബ്രീത്ത് നിൻ്റെ എല്ലാ ബോഡിയിലും എത്തിക്കുക. അപ്പം നിനക്ക് ബ്ലഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിൻ്റെ ബ്ലഡിനെ നീ വിഷ്വലൈസ് ചെയ്ത് കാണണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ യൂജിയും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ശ്വസനം അതായത് ശ്വാസം എല്ലാ ബോഡീൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൈയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അവന് ബ്ലഡും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ വീണ്ടും ബാറ്റിൽ ഫീൽഡാണ് കാണിക്കുന്നത്. നമ്മുടെ മാക്കിയും നമ്മുടെ സുക്കനും നമ്മളെ വലിയ ഫൈറ്റാണ്. ഇവർ എയർന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത്രയും പൊളി ഫൈറ്റാണ്. അപ്പോൾ തന്നെ നമ്മുടെ സുക്കനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവൾ നിസ്സാരക്കാരിയല്ല. അതുകൊണ്ട് തന്നെ ഇവളെ എങ്ങനെയെങ്കിലും തീർക്കണം, അല്ലെങ്കിൽ അവൾ എന്നെ തീർക്കുമെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ തന്നെ മാക്കി പറയുന്നുണ്ട് ഇവൻ്റെ ആ ഒരു ഹീലിംഗ് അബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഹാർട്ട് ബീറ്റ് ഇവൻ കൂട്ടുന്നുണ്ട്. ഇവൻ്റെ കേസ് എനർജി യൂസ് ചെയ്തിട്ട് ഇവൻ്റെ ഹാർട്ട് ബീറ്റ് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ മുറിവൊക്കെ പെട്ടെന്ന് ഹീലാകും. മാക്കി പറയുന്നുണ്ട് മുറിവുണങ്ങാൻ മോൻ്റെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സുക്കന പറയുന്നുണ്ട് യെസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഹാർട്ട് ബീറ്റ് നീ നന്നായി കൂട്ടേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും പൊരിഞ്ഞ ഫൈറ്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഉറാമേനെയാണ്. ഉറാമയും ഹക്കാരും തമ്മിലൊരു ഫൈറ്റാണ് കാണിക്കുന്നത്. ഉറാമയാണെങ്കിൽ സുക്കന ഈസ് ഗ്രേറ്റ്, സുക്കന നല്ല പവർഫുൾ ആണെന്ന് ഇങ്ങനെ പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹക്കാരിക്ക് നല്ല ചിരിയാണ് വരുന്നത്. അങ്ങനെ അടുത്ത സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതായത് ആരാണ് ദ ഗ്രേറ്റ് വൺ സോസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കുറച്ച് ഫ്ലാഷ് ബാക്ക് സീനിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ ഗോജോൻ്റെ കാലത്ത് നമ്മുടെ ഗോജോയും നെനാമിയും അതേപോലെ തന്നെ മെയ്മേനോടും ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് ഹൂ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഗ്രേറ്റ് വൺ സോസർ. അപ്പോൾ തന്നെ ഇവർ എല്ലാവരും ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അത് വേറെ ആയിരുന്നല്ല പുസകാബെ ആയിരുന്നു. കാരണം പുസകാബിയാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഗ്രേറ്റ് വൺ സോസർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ വീണ്ടും ഫൈറ്റാണ് കാണിക്കുന്നത്. അങ്ങനെ ഇവർ റോട്ട് വന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കാറൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ നെനാമിൻ്റെ അസിസ്റ്റൻ്റ് ഇല്ലേ, ആ മാസ്കമേ ഇവനെ കേസ് എനർജി യൂസ് ചെയ്തിട്ട് പുറകെ കൂടെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ സുക്കനെ കാണുന്നുണ്ട്. സുക്കന അവനെ എടുത്തെറിയുന്നുണ്ട്. അപ്പോൾ തന്നെ സുക്കന ആലോചിക്കുന്നത് ഇവന് നേരത്തെ വെപ്പൺ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ആ വെപ്പൺ എവിടെയാണ്. അപ്പോൾ തന്നെ ബിൽഡിംഗ് പൊളിച്ചുകൊണ്ട് നമ്മുടെ പുസകാബെ ആ വെപ്പൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സുക്കനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ സുക്കന ഡയറക്റ്റ് മാറുന്ന നേരത്തെ തന്നെ മാക്കി ഒരു വലിയ അറ്റാക്ക് തന്നെ സുക്കനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകെ കൺട്രോൾ പോയ സുക്കന നേരെ വന്നിട്ട് മാക്കിനെ ഇട്ട് അടിക്കുന്നുണ്ട്. മാക്കിനെ എടുത്തിട്ട് അടിക്കുക. അങ്ങനെ മാക്കിൻ്റെ ഫേസ് പൊത്തി പിടിച്ച് നേരെ ഒരു ബിൽഡിങ്ങിൽ ചേർത്ത് വെച്ചിട്ട് ബ്ലാക്ക് സ്ലാഷ് തന്നെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മാക്കിക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അതോടെ മാക്കി അവിടെ തീരുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ സുക്കന അവിടെ നേരെ ഡയറക്റ്റ് ഇറങ്ങുന്നുണ്ട്. ഇതിന് നേരെ ഫൈറ്റിന് വരുന്നത് വേറെ ആരായിട്ടല്ല, പുസകാബി ആയിട്ടാണ് ഫൈറ്റിന് റെഡി ചെയ്യുന്നത്. പുസകാബി ചോദിക്കുന്നുണ്ട് എടാ തെണ്ടി ഞാൻ മാത്രമേ എനിക്ക് ഫൈറ്റ് ചെയ്യുള്ളൂ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദ സ്ട്രോങ്ങസ്റ്റ് ഗ്രേഡ് വൺ സോസർ ആയിട്ടുള്ള പുസകാബൈ വേഴ്സസ് ദ കിങ് ഓഫ് കേഴ്സസ് ഫൈറ്റ് റെഡി ആവാൻ പോവുകയാണ്.